20 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന ലഹരി കേസിൽ നിന്ന് ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ രക്ഷിച്ചത് സിനിമാ കഥയെ വെല്ലുന്ന ട്വിസ്റ്റ്. കേസിന്റെ പല ഘട്ടങ്ങളിലും അവിശ്വസനീയമെന്ന് തോന്നും വിധം ഭാഗ്യം ഷീല സണ്ണിക്ക് തുണയായി. അവരെ കൊടുക്കാനായി യഥാർത്ഥ LSD സ്റ്റാമ്പ് തന്നെ വാങ്ങാൻ തീരുമാനിച്ചത് ഷീലയ്ക്ക് ജയിൽ ശിക്ഷ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെയായിരുന്നു. എന്നാൽ 3 മാസത്തിനു ശേഷം കാക്കനാട്ടെ അനലറ്റിക്കൽ ലാബിലെ പരിശോധനാ ഫലം നെഗറ്റീവ് ആയതോടെ ഷീല കേസിൽ നിന്നും കുറ്റവിമുക്തയായി. ആഫ്രിക്കക്കാരിൽ നിന്നാണ് ലഹരി വാങ്ങിയത്. ഈ ആഫ്രിക്കക്കാരൻ വ്യാജനാണ് നൽകിയതെന്നാണ് വിലയിരുത്തൽ. അവിശ്വസനീയമെന്ന് തോന്നും വിധം ഭാഗ്യം ഷീല സണ്ണിക്ക് തുണയായി. അവരെ കൊടുക്കാനായി യഥാർത്ഥ LSD സ്റ്റാമ്പ് തന്നെ വാങ്ങാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ അവർ വാങ്ങിയ ലഹരി പരിശോധനയിൽ പോസിറ്റീവ് ആയിരുന്നില്ല. LSD സ്റ്റാമ്പ് ശരിയായി സൂക്ഷിച്ചില്ലെങ്കിൽ പരിശോധനാ ഫലം നെഗറ്റീവ് ആയിരിക്കുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നു. ആഫ്രിക്കക്കാരൻ പറ്റിച്ചതല്ല എങ്കിൽ പ്രതികളുടെ അശ്രദ്ധയും അറിവില്ലായ്മയുമാകാം ഷീലയ്ക്ക് തുണയായത് എന്ന നിഗമനവുമുണ്ട്. രാസപരിശോധനാ ഫലം നെഗറ്റീവ് ആയതുകൊണ്ട് മാത്രമാണ് ഷീല സണ്ണിയെ രക്ഷിച്ച ട്വിസ്റ്റ് കഥയിലുണ്ടായത്. കുറ്റം ചെയ്തിട്ടില്ല എന്ന ഷീലയുടെ വാക്കുകൾ വിശ്വാസത്തിലെടുക്കാൻ ചില ഉന്നത ഉദ്യോഗസ്ഥർ എക്സൈസ് വകുപ്പിലുണ്ടായതും അവർക്ക് തുണയായി. ഷീല സണ്ണി റിമാൻഡിലായി ഒരാഴ്ച പിന്നിട്ട ശേഷമാണ് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന D. ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തത്. 3 ദിവസമാണ് ചോദ്യം ചെയ്യൽ തുടർന്നത്. ഷീലയ്ക്ക് മയക്കുമരുന്നുമായി നേരിട്ട് ബന്ധമില്ല എന്ന് ആദ്യ ദിവസം തന്നെ ബോധ്യമായിരുന്നതായി ഇപ്പോൾ സർവീസിൽ നിന്ന് വിരമിച്ച D. ശ്രീകുമാർ പറഞ്ഞു. ഇക്കാര്യം കേസ് ഡയറിയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിന് ബലം നൽകുന്ന തെളിവുകൾ അന്ന് ലഭിച്ചിരുന്നില്ല. രാസപരിശോധനാ ഫലം നെഗറ്റീവ് ആയതോടെ ഷീലയെ കുടുക്കിയവർക്കായുള്ള അന്വേഷണം എക്സൈസ് ഉദ്യോഗസ്ഥർ ഊർജിതമാക്കി. അങ്ങനെ LSD സ്റ്റാമ്പ് കേരളത്തിലെ ഒരു കേസിനെ നിർണായകമായി സ്വാധീനിച്ചുവെന്നതാണ് വസ്തുത. നിയമവിരുദ്ധ ലാബുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്രിസ്റ്റൽ രൂപത്തിലുള്ള ലൈസർജിക് ആസിഡ് ഉൽപ്പന്നമാണ് LSD. പക്ഷേ സ്റ്റാമ്പ് രൂപത്തിൽ വിതരണത്തിനെത്തുമ്പോൾ ചെറു കയ്പ് രുചിയുള്ള ദ്രാവക രൂപത്തിലേക്ക് ഇതിനെ മാറ്റം വരുത്തുന്നു. മൂഡ് എലവേറ്ററായാണ് LSD ഉപയോഗിക്കപ്പെടുന്നത്. DJ പാർട്ടികളിലും മറ്റും ആഘോഷത്തിനും നൃത്തത്തിനും കൊടുമ്പിരി കൊള്ളുമ്പോൾ സംഗീതത്തെയും താളത്തെയും കാതുകളിലൂടെ സ്വന്തം മനസ്സിനും ശരീരത്തിനും പൂർണ്ണമായും ഉൾക്കൊള്ളാൻ LSD സഹായിക്കുമെന്നാണ് അവകാശവാദം. ചാലക്കുടി വ്യാജലഹരി മരുന്ന് കേസിലെ മുഖ്യപ്രതി നാരായണദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. നാരായണദാസ് ഏറെ നാളായി ഒളിവിലായിരുന്നു. ബംഗളൂരുവിൽ നിന്ന് നാരായണദാസിനെ സംഘം പിടികൂടി. നാരായണദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളിയിരുന്നു. മുൻകൂർ ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി വിധിക്കെതിരെ നാരായണദാസ് നൽകിയ അപ്പീലിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിക്കുകയായിരുന്നു. നാരായണദാസ് നൽകിയ രഹസ്യ വിവരം അനുസരിച്ചാണ് ഷീലയെ അറസ്റ്റ് ചെയ്തത് എന്ന് എക്സൈസ് ഇൻസ്പെക്ടർ വെളിപ്പെടുത്തിയിരുന്നു. തുടർന്ന് നാരായണദാസിനെതിരെ കേസെടുക്കുകയായിരുന്നു. കള്ളക്കേസ് ഉണ്ടാക്കാനായി ലഹരിമരുന്ന് നാരായണദാസ് ശേഖരിച്ചതാണെങ്കിൽ ഷീലയ്ക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ ഇയാൾക്കും ബാധകമാകുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യാജാരോപണങ്ങൾ വിഷലിപ്തമാണ് എന്നും തെറ്റായ പരാതികളിൽ തകരുന്നത് ഇരകളുടെ ജീവിതമാണ് എന്നും ഇത്തരം പരാതികൾ ഉന്നയിക്കുന്നവർക്ക് അർഹിക്കുന്ന ശിക്ഷ നൽകുമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. 2023 മാർച്ച് 27-നാണ് ഷീല സണ്ണിയുടെ സ്കൂട്ടറിൽ നിന്ന് LSD സ്റ്റാമ്പുകളെന്ന് സംശയിക്കുന്ന 0.16 ഗ്രാം വസ്തുക്കൾ എക്സൈസ് പിടിച്ചെടുത്തത്. തുടർന്ന് ഇവർ 72 ദിവസം ജയിലിലാവുകയായിരുന്നു. എന്നാൽ രാസപരിശോധനയിൽ മയക്കുമരുന്ന് സാന്നിധ്യം കണ്ടെത്താനായില്ല. ഷീലയെ പ്രതിസ്ഥാനത്ത് നിന്നും ഒഴിവാക്കി. തുടർന്ന് കേസ് ഹൈക്കോടതി റദ്ദാക്കുകയായിരുന്നു. ഷീല സണ്ണിയും മരുമകളുമായും കുടുംബ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഷീലയെ കൊടുക്കാൻ മരുമകളുടെ സഹോദരി സുഹൃത്തായ നാരായണദാസിനെ ഉപയോഗിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. ഷീലയുടെ മകൻ സംഗീതിന്റെ പങ്ക് അന്വേഷിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ പോലീസ്. 2 തവണ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും സംഗീത് ഹാജരായിട്ടില്ല. ഇന്നലെ ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരി ലിവിയ ജോസിനെയും അന്വേഷണ സംഘം കേസിൽ പ്രതി ചേർത്തു. ഷീല സണ്ണിയുടെ സ്കൂട്ടറിൽ വ്യാജ LSD സ്റ്റാമ്പ് വെച്ചത് ലിവിയ ജോസ് ആണെന്ന് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ നാരായണദാസ് വെളിപ്പെടുത്തിയിരുന്നു. പിന്നാലെയാണ് ലിവിയയെ പ്രതി ചേർത്തത്. പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലും ലിവിയയുടെ പേര് പരാമർശിക്കുന്നുണ്ട്. എന്നാൽ ലിവിയ ദുബായിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവരെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്റർപോളിന്റെ സേവനം അറസ്റ്റിന് തേടും. സംഭവത്തിൽ എക്സൈസിന് വ്യാജ വിവരം നൽകിയത് മരുമകളുടെ സഹോദരി സുഹൃത്തായ തൃപ്പൂണിത്തുറ എരൂർ സ്വദേശി നാരായണദാസ് ആണെന്ന് കണ്ടെത്തിയിരുന്നു. എക്സൈസ് ക്രൈംബ്രാഞ്ച് നാരായണദാസിനെ അന്ന് കേസിൽ പ്രതി ചേർത്തിരുന്നു. അതിനിടയിലാണ് കേസ് പോലീസിന് കൈമാറാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചതും കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ആരംഭിച്ചതും. മരുമകളുടെ സ്വർണം പണയം വെച്ചതുമായി ബന്ധപ്പെട്ട ഷീലയുടെ കുടുംബവും മരുമകളുടെ കുടുംബവും തമ്മിൽ തർക്കമുണ്ടായിരുന്നുവെന്നാണ് വിവരം. കടങ്ങൾ വീട്ടാനായി ഷീല സണ്ണി ഇറ്റലിയിലേക്ക് പോകാൻ ശ്രമം നടത്തിയപ്പോൾ സ്വർണത്തിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകാതെയാണ് പോകുന്നത് എന്ന മരുമകളുടെ വീട്ടുകാർക്ക് പരാതിയുണ്ടായിരുന്നു. തനിക്ക് കൂടി അവകാശപ്പെട്ട സ്വത്ത് നഷ്ടമാകുമെന്ന ലിവിയയുടെ ചിന്തയാണ് വൈരാഗ്യത്തിന് കാരണമെന്നും പോലീസിന് സൂചന ലഭിച്ചു. ഷീലയുടെ യാത്ര മുടക്കാൻ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയായിരുന്നു ലഹരി കേസ്. പ്രതികൾക്ക് LSD സ്റ്റാമ്പ് തന്നെ വാങ്ങി ഒളിപ്പിക്കാൻ തോന്നിയതും ഷീലയുടെ ഭാഗ്യമായി വേണം കരുതാൻ. മറ്റേതെങ്കിലും ലഹരി വസ്തുക്കളാണ് ഒളിപ്പിച്ചിരുന്നത് എങ്കിൽ പരിശോധനാ ഫലത്തിൽ ഇത്തരം മാറ്റം വരാനിടയില്ല.
രാസപരിശോധനാ ഫലം നെഗറ്റീവായതോടെ ഷീലയെ കുടുക്കിയവർക്കുള്ള അന്വേഷണം എക്സൈസ് വകുപ്പ് ഊർജിതമാക്കിയിരിക്കുകയാണ്.